നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അഗ്നികന്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബംഗാളിൽ നിന്നുള്ള വീണാദാസിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ ഈ വിശേഷണം തന്നെ ധാരാളം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ഇന്ത്യൻ പോരാട്ടങ്ങളെ ആളിക്കത്തിച്ച തീപ്പൊരിയായിരുന്നു ഈ വിപ്ലവ നേതാവ്. ബ്രഹ്മസമാജത്തിലെ അധ്യാപകനും സ്കൂൾ ഹെഡ്മാസ്റ്ററുമായിരുന്ന ബേനി ബാധവ് ദാസിൻ്റെയും പൊതുപ്രവർത്തകയായ സരളാദേവിയുടെയും മകളായി 1911 ഓഗസ്റ്റ് 24 വീണാദാസ് ജനിച്ചു. കൊൽക്കത്ത കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന അർദ്ധവിപ്ലവ സംഘടനയായിരുന്ന ഛാത്രി സംഘയിൽ വനിതാ വിദ്യാർത്ഥി സംഘ് വീണയുടെ മൂത്ത സഹോദരി കല്യാണി അംഗമായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ കല്യാണിയെ ജയിലിലടച്ചു. ചേച്ചിയുടെ പാത പിന്തുടർന്ന വീണ സംഘടനയിൽ അംഗമായി. 1927 ബംഗാളിൻ്റെ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സൺ എന്നയാൾ ചുമതലയേറ്റു. ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു അയാൾ. 1928 സൈമൺ കമ്മീഷനെതിരെ നടത്തിയ മാർച്ചിനെ തുടർന്ന് ലാലാ ലജ്പത് റായ് മരണമടഞ്ഞു. ജാക്സന്റെ പോലീസ് നടത്തിയ ലാത്തി ചാർജായിരുന്നു കാരണം. ഇതോടെ വീണ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ രോഷം ആളിക്കത്തി. കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വീണ സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടത് അവിടെ വെച്ചാണ്. അവളിലെ വിപ്ലവ വീര്യം അതോടുകൂടി വർദ്ധിച്ചു. ഇതിനിടയിലാണ് 1931 ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്. യുവജനങ്ങളുടെ ആവേശമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഇന്ത്യൻ യുവത്വം സംഘർഷഭരിതമായി. ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കാൻ വീണയും കൂട്ടരും തീരുമാനമെടുത്തു. ഗവർണർ സ്റ്റാൻലി ജാക്സനെ വധിക്കുക, അതായിരുന്നു പദ്ധതി. 1932 ഫെബ്രുവരി 6 ആക്രമണം നടത്താനായിരുന്നു തീരുമാനം. കൃത്യം നടത്താൻ വീണയ്ക്കാണ് നറുക്കു വീണത്. മറുത്ത് ഒന്ന് ആലോചിക്കാതെ അവൾ സമ്മതിച്ചു. കൽക്കട്ട ബഥൂൺ കോളേജിൽ താൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിന് അതിഥിയായി ഗവർണർ എത്തുമ്പോൾ ആക്രമണം നടത്താനായിരുന്നു തീരുമാനം. ഗവർണർ ബിരുദം നൽകുന്ന ചടങ്ങിൽ BA ഇംഗ്ലീഷ് ബിരുദം സ്വീകരിക്കാനെത്തിയ വീണ കയ്യിൽ ഒരു റിവോൾവർ കരുതിയിരുന്നു. വിപ്ലവ സംഘടനയായ യുഗാന്തറിലെ അംഗമായിരുന്നു കമലാ ദാസ് ഗുപ്തയായിരുന്നു വീണയെ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത്. ജാക്സൺ പ്രസംഗം തുടങ്ങാൻ എഴുന്നേറ്റ സമയം മുന്നോട്ട് കുതിച്ച വീണ വെടിയുതിർത്തു. നിർഭാഗ്യവശാൽ ഉന്നം തെറ്റിയ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ചെവിക്ക് മുകളിലൂടെ പാഞ്ഞുപോയി. വൈസ് ചാൻസലർ ചാടി വീണയെ തടഞ്ഞു. തോക്കിലെ തിര തീരുന്നതുവരെ അവൾ വെടിയുതിർത്തെങ്കിലും എല്ലാം ലക്ഷ്യം തെറ്റി. ഗവർണർ രക്ഷപ്പെട്ടു. വീണ അറസ്റ്റിലുമായി. 48 മണിക്കൂറിൽ തുടർച്ചയായ ചോദ്യം ചെയ്യലും. തൻ്റെ കൂട്ടാളിയെപ്പറ്റി അവൾ ഒന്നും തന്നെ പറയുവാൻ തയ്യാറായില്ല. വിചാരണയ്ക്കിടെ വീണ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സ്റ്റാൻലിയോ അദ്ദേഹത്തിൻ്റെ പത്നിയോ അല്ല എൻ്റെ ശത്രു. ബംഗാളിലെ ഗവർണറാണ്. ലക്ഷക്കണക്കിന് ബംഗാളികളെ അടിമകളെ പോലെ കൈകാര്യം ചെയ്യുന്ന ഗവർണറുടെ ഭരണം ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തെയാണ് കാണിക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. കോടതി വീണയ്ക്ക് 9 വർഷത്തെ തടവ് വിധിച്ചു. ലക്ഷ്യം പാളിയെങ്കിലും സ്ത്രീ എന്ന നിലയിൽ വീണ നടത്തിയ മുന്നേറ്റം യുവജനങ്ങളെ ആവേശഭരിതരാക്കി. അതോടെ കൂടുതൽ പേർ സംഘടനയിലേക്ക് വന്നു. തടവ് കഴിഞ്ഞ് ഇറങ്ങിയ വീണ അഗ്നികന്യ എന്നാണ് അറിയപ്പെട്ടത്. പിന്നീട് വീണ മറ്റൊരു വിപ്ലവ സംഘടനയായ യുഗാന്തറിൽ പ്രവർത്തിച്ചു. 1942 വീണ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലെത്തി. അതേ വർഷം അവർ കൽക്കട്ട കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായി. പക്ഷേ വീണ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3 വർഷമായിരുന്നു തടവ്. ഇന്ത്യ സ്വതന്ത്രയായ ശേഷം വീണ വെറുതെ ഇരുന്നില്ല. ബംഗ്ലാദേശിനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കാനുള്ള പോരാട്ടത്തിൽ അവർ ഷെയ്ഖ് മുജീബുർ റഹ്മാന് പിന്തുണ പ്രഖ്യാപിച്ചു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ വീണ കടുത്ത പ്രതിഷേധവുമായി എത്തി. വീണയുടെ ആത്മകഥാപരമായ രചനകളാണ് ശൃംഗാൽ, ജങ്കാർ, പിതൃധാൻ എന്നിവ. ഗവൺമെൻറ് നൽകിയ സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള പെൻഷൻ നിരസിച്ച വീണ അവസാന കാലത്ത് ഋഷികേശിലായിരുന്നു താമസം. 1986 ഡിസംബറിൽ അവിടെ വെച്ച് വീണാദാസ് അന്തരിച്ചു. നന്ദി, നമസ്കാരം.